മാനസികാരോഗ്യവും സ്പിരിച്വാലിറ്റിയും എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാൻ ദൈവം ഓർമ്മിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് ട്ടോ വീണ്ടും. ഇമോഷണലി കണക്ട് ആവാൻ പറ്റാതിരിക്കുക. അത് മാതാപിതാക്കളുമായിട്ടും പിന്നീട് സ്വന്തം മക്കളായിട്ടും അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടൊന്നും വൈകാരികമായ ഒരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റാതിരിക്കുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആദ്യമായിട്ട് കുഞ്ഞ് കണക്റ്റഡ് ആവുന്നത് പാരൻസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇമോഷണൽ സപ്പോർട്ട്, നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ഇതിനെക്കുറിച്ചല്ല, നമ്മൾ വൈകാരിക തലത്തിന് മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പം ഇമോഷണൽ സപ്പോർട്ട് പാരൻസിൽ നിന്നും കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇമോഷണൽ കണക്ഷൻ, ഇപ്പോൾ സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരാൾ, സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട്, എന്തെങ്കിലും ഒരു ഡൗൺ ആയി പോകുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ, അതൊക്കെ അവർ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും പാരൻസിനും കുട്ടികൾക്കും ഇടയിൽ. അതേസമയം ഈ കുട്ടിക്ക് ഈ പ്രൈം കെയർ ടേക്കേഴ്സ് എന്ന് പറയും പാരൻസിന്, ആദ്യമത്തെ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യത്തിനെയും ഫേസ് ചെയ്യുന്നത്. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ. കുട്ടിക്ക് അവർ അവൈലബിൾ അല്ലാത്ത പാരൻസ്, ഇമോഷണലി അവൈലബിൾ അല്ലാതെയും വരാം. അവർക്ക് സമയമില്ലാത്ത പാരൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സമയമുണ്ട് പക്ഷെ കുട്ടിയെ എങ്ങനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയണില്ല. ചിലപ്പോൾ അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്കത് എങ്ങനെ കൊടുക്കണമെന്ന് അറിയത്തില്ല. ഒരു ഹഗ് പോലും കിട്ടാത്ത ഒരു അപ്പന് ഒരു പക്ഷേ തൻ്റെ മക്കളെ ഹഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവാം. അപ്പോൾ ഇമോഷണലി വൈകാരികമായിട്ട് കണക്റ്റഡ് ആവാൻ എന്തോ കാരണത്താൽ ഈ അമ്മയ്ക്കും മക്കൾക്കും പാരൻസിനും ഇടയിൽ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അത് ആ കുട്ടിയോടൊപ്പം വളരും. അപ്പോൾ ലൈഫിൽ പല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കുട്ടി തന്നെയാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ കുഞ്ഞിനൊരു സപ്പോർട്ടുമായിട്ട് ആരെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് വന്നു കഴിയുമ്പോൾ, അതിപ്പോൾ ആ കുട്ടി വളർന്നു വലുതായി ഒരു ടീനേജറായി, അല്ലെങ്കിൽ ഒരു യൂത്തായി, അല്ലെങ്കിൽ ഒരു മിഡിൽ വയസ്സ് ആയി, എന്നാലും ഈ ആദ്യകാലങ്ങളിലെ ഈ ബാല്യമാണ് മനുഷ്യൻ്റെ ചരിത്രം കുറിക്കുന്ന സംഗതി. മനുഷ്യൻ്റെ ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് ബാല്യത്തിലാണ്. അപ്പോൾ അവൻ ഈ ഇമോഷണലി കണക്റ്റഡ് ആവാൻ ഒന്നെങ്കിൽ പേടി തോന്നും. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതാണ് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. കിട്ടാതെ വരുമ്പോൾ മനസ്സെന്ത് ചെയ്യും? കിട്ടാത്ത മുന്തിരിക്ക് കയ്പാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ അത് നമുക്ക് നല്ലതല്ല. ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് മോശം കാര്യമാണ്. അൺഅറ്റാച്ച്ഡ് ആയാൽ നമ്മൾ വീക്കായി പോകും. അപ്പം അത് വേണ്ടെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എനിക്ക് ആരുമായിട്ട് ഇമോഷണൽ കണക്ഷൻ വേണ്ട, അതൊരു ബേർഡൻ ആണ്, അങ്ങനെ തോന്നാം. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ ഇമോഷണൽ കണക്ഷനെ ഇഷ്ടമില്ലാത്ത നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് മൈൻഡിൽ പിക്ചറൈസ് ചെയ്യും, നമ്മൾ അങ്ങനെ വിചാരിക്കും. അപ്പം നമുക്ക് പിന്നെ ഈ വിഷ്വലൈസ്, അതായത് പിന്നെ നമുക്ക് ഈ ഇമോഷണൽ കണക്ഷനിലേക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച, നിങ്ങൾ സ്നേഹിച്ച ആളുകളിൽ നിന്ന് നിങ്ങൾക്കിത് കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ആവുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണറെ ദൈവം തരികയെന്ന് വിചാരിക്കാം. ആളാണെങ്കിൽ 24 മണിക്കൂറും നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ ഉയർച്ച കാണണം, നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ കൂട്ടുവരണം, നിങ്ങളുടെ സങ്കടങ്ങളിൽ കൂട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പാർട്ട്ണർ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എത്രയേറെ സ്നേഹിക്കപ്പെട്ടാലും ഇമോഷണലി കണക്റ്റ് ആവാൻ, ബോണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഒരു പാർട്ട്ണർ നിരന്തരമായിട്ട് സ്നേഹിക്കാനും വൈകാരികമായിട്ടും ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഗിവർ എന്ന് പറയും, ഗിവ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റേ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ അതനുസരിച്ച് പെരുമാറാനും പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ എടുക്കുന്ന ചൈൽഡ്ഹുഡിലായിരിക്കാം അവർ പ്രതീക്ഷിച്ച ആരെങ്കിലും, ചിലപ്പോൾ അവർ ഉപേക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് എൻ്റെ പാരൻസുമായിട്ട് ഇമോഷണൽ കണക്ഷൻ, എനിക്ക് തോന്നുന്നു അവർ അവൈലബിൾ ആയിരുന്നില്ല, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഞാൻ കുറച്ച് നാൾ വേറൊരു വീട്ടിലാണ് കുറേ അധികം സമയം ചിലവഴിച്ചത്. എനിക്ക് അവരുമായിട്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവർ ഓരോരുത്തരും കല്യാണമൊക്കെ കഴിച്ച് തിരക്കായപ്പം അവരുമായിട്ടുള്ള ബോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇല്ലാതായി. അപ്പം എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. എനിക്കത് 3 ചേട്ടന്മാരായിരുന്നു. ചേട്ടന്മാരൊരു അനിയത്തിനെ പോലെയൊക്കെ ഞാൻ വളർന്നു വന്നിട്ട് പെട്ടെന്ന് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പം എനിക്ക് ഇമോഷണലി ഹേർട്ടായി. അപ്പോൾ എനിക്ക് ഇമോഷണലി പിന്നെ ആരുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ആയാൽ അവരെന്നെ വിട്ടിട്ട് പോകും, അവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ജന്മത്തിൽ സ്നേഹം കിട്ടാൻ പോകുന്നില്ല, ഞാൻ ആരെങ്കിലും സ്നേഹിച്ച് അവരെന്നെ വിട്ടു പോകും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് നമ്മുടെ തലയിലേക്ക് വരാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇമോഷണലി മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ആവുന്നതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് മാരേജിലും നിങ്ങളൊരു പാരൻ്റ് ആകുമ്പോഴോ ആയിരിക്കും. നിങ്ങളിത് അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കും. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാനും പറ്റുന്നില്ല.
നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ആ കൊച്ചുങ്ങളൊക്കെ തന്നെ വളരണം, അവൻ ഇനി കരയുമ്പോൾ അങ്ങ് കുത്തിയിരുന്ന് കരഞ്ഞിട്ട് അവനങ്ങ് എണീറ്റ് പൊക്കോളും, അവൻ ഇമോഷണലി സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സപ്പോർട്ട് കൊടുത്താൽ അവൻ വീക്ക് ആവത്തുള്ളൂ, അവൻ എന്നെ പോലെ സ്ട്രോങ് ആവണം, അതുകൊണ്ട് അവൻ്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ല, അവൻ തന്നെ നേരിട്ട് പഠിക്കട്ടെ. ഇത് ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണെന്ന്. നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളിൽ നിന്നാണ് വന്നെങ്കിലും കുഞ്ഞ് ചിലപ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻസിയോട് കൂടെ വളരുന്ന ഒരാളായിരിക്കും. ഇപ്പം ഞാൻ ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ള ഒരാളാണ്, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷെ ജീവിതം എനിക്ക് തരുന്നില്ലായിരിക്കാം, എങ്കിൽ തന്നെയും അത് നീഡ് അവിടെ എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ വേറൊരു പേഴ്സണാണ്. അപ്പം എൻ്റെ പാർട്ട്ണർക്ക് എവിടെ നിന്നും ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയില്ല, ചിലപ്പം എൻ്റെ പാരൻസിന് എവിടെ നിന്നും ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ അവർക്കത് എനിക്ക് തരാനായിട്ട് പറ്റുന്നില്ല. എനിക്കത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കൊടുക്കണമെന്നും അറിയുന്നില്ല. പതുക്കെ ഞാനും ഇമോഷണലി എനിക്ക് നീഡ് ഇല്ലാത്ത ഒരാളായിട്ട് മാറുവാണ്. ഇങ്ങനെ മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ തലത്തിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്പിരിച്വാലിറ്റി ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ദൈവത്തിനോട് അടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തരും, തിരിച്ചറിവുകൾ തരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇമോഷണലി നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു മുറിവുണ്ട്, നിങ്ങൾക്ക് ഇമോഷണലി അത് നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇമോഷണൽ ഹീലിങ്ങിന് നിങ്ങൾക്ക് ദൈവമേ എനിക്കത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ദൈവം എന്ന് കാണിച്ചു തരുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും. എനിക്ക് ചില മനുഷ്യന്മാരറിയാം. അപ്പം ദൈവം പറയും, ദൈവത്തിൻ്റെ എനിക്ക് തോന്നും ഇവരായിട്ട് കണക്ട് ആവാൻ ദൈവം ഓക്കെ ആണെന്ന് പറയും. അത്തരത്തിലുള്ള മനുഷ്യന്മാരുമായിട്ട് ഇമോഷണലി ബോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ തരില്ല. കാരണം ദൈവം തന്ന മനുഷ്യരാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ചില റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ ജനിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് അവനുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പാടായിരുന്നു. അവൻ എന്നെക്കാളും കൂടുതൽ ചേച്ചിയാണ് അവൻ്റെ കൂടെ ഇരുന്നത്, അവൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് ദൈവം ഒരു തിരിച്ചറിവ് തന്നു, ഇതിനെ സോൾവ് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എഫേർട്ട് എടുത്ത്, അത് എനിക്കൊരു ബോധ്യം കിട്ടി. ആ ഒരു ബോധ്യം കിട്ടാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഞാൻ എഫേർട്ട് എടുത്ത് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ ഇമോഷണലി അവൻ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ മക്കളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു വളരും തോറും അവർ ടീനേജിലേക്ക് പോകും തോറും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ മേഖലയിലേക്കും നിങ്ങൾ കർത്താവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് കർത്താവേ ഇത് ഇങ്ങനെയാണ്, എൻ്റെ മക്കളായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള എൻ്റെ കുറേ കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദൈവം നിങ്ങളുടെ ബോധ്യങ്ങൾ തരും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ബോധ്യങ്ങൾ തന്നിട്ട് നിങ്ങളെ ദൈവം അവിടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഇമോഷണൽ ബ്ലോക്കേജ് ഒക്കെ മാറ്റി നിങ്ങൾക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പം എനിക്ക് എൻ്റെ മൈ മദർ നെവർ ഹഗ്ഡ് മീ എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ എപ്പോൾ ഒരിക്കലും എന്നെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊരു ഫിസിക്കൽ ഇൻറ്റിമസിയിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കെട്ടിപ്പിടുത്തം അതൊന്നും ഇല്ല. പക്ഷെ എൻ്റെ ഈശോ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ കെട്ടിപ്പിടിക്കാറുണ്ട്, അവർക്ക് മോടുകാറുണ്ട്. അവരുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധം ഞാൻ പഠിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നുമല്ല, എൻ്റെ ദൈവത്തിൽ നിന്നുമാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി നിങ്ങൾ എല്ലാ തലങ്ങളിലും അപ്ലൈ ചെയ്യണം. ഇമോഷണൽ തലത്തിൽ, നിങ്ങളുടെ ചിന്തകളുടെ തലത്തിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദൈവം അവിടെ ഒരു ഇടപെടൽ നടത്തുവാണ്, നിങ്ങൾക്ക് തിരിച്ചറിവുകൾ തരുവാണ്, നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കി തരുവാണ്. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം. അത് മക്കൾക്കായിരിക്കാം, പാർട്ട്ണർക്കായിരിക്കാം. ഇനി ഇമോഷൻസ് നീഡ് കംപ്ലീറ്റ് ചെയ്യപ്പെടാതെ അവർ ഒരുപാട് വേദനയിലും വിഷമത്തിലൂടെ കടന്നു പോയിട്ട് പോകുമ്പോൾ അപ്പുറത്ത് വേറൊരാൾ, ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, അത് നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ പാർട്ട്ണർക്കാണെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും അല്ലേ. പ്രണയത്തിലൊക്കെ പലരും എത്തുന്നത് ഈ ഇമോഷണൽ സപ്പോർട്ട്, ഫാമിലി ഇഷ്യൂസ് ഉള്ളവരാണ് മിക്കപ്പോഴും ഇങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും എടുത്തു ചാടുന്നത്. അതുപോലെ തന്നെ ചില ഇമോഷണൽ നീഡിന് വേണ്ടിയാണ് ചില മനുഷ്യരൊക്കെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അപ്പം അത് നമ്മൾ അങ്ങനെയല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുക്കേണ്ടതെല്ലാം, ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താനെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. നമ്മളെല്ലാം ചെയ്തിട്ട് നമ്മളെ വിട്ടുപോകുന്ന മനുഷ്യരാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. പക്ഷെ വൈകാരിക തലം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള തലമാണ്. ആ തലത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായെങ്കിൽ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹഗ് ചെയ്യാൻ അറിയില്ലായിരുന്നു എനിക്ക്, കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ അത് ദൈവം എന്നെ അത് മാറ്റിയെടുത്തു. ഒരു വലിയ ഗ്രേസ് പ്രവർത്തിക്കും, ഒരു വലിയ കൃപ പ്രവർത്തിക്കും ഇത്തരം മേഖലകളിൽ. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ മേഖലകളിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, കിച്ചണിലെ ഒരു കാര്യമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് അവിടെ പ്രവർത്തിക്കും. ആ ഗ്രേസ് നിങ്ങളുടെ വൈകാരിക തലങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അഴിച്ചുപണികളൊക്കെ നടത്തി മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക, മറ്റുള്ളവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അതുപോലെ തന്നെ ഇമോഷണൽ നീഡുകളിലെല്ലാം കർത്താവിനെ കൂടെ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല എങ്കിലും യേശുവിൻ്റെ നാമം നിങ്ങളെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.